പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതുവിന് ഒരു തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രാധികാമ്മ. പക്ഷേ ചെയ്യുന്ന കാര്യം തനിക്ക് തന്നെ തിരിച്ചടി ആകാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും ഓർമ്മിക്കുന്ന അവർ ഇതേ തുടർന്ന് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ ഒരിക്കലും കണ്ണന്റെ മുന്നിൽ തൻ്റെ ചതി പുറത്തു വരരുത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന രാധികാമ്മ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം ഇപ്പോൾ ഗോവിന്ദാകട്ടെ വളരെയധികം തിരക്കിലാണ്. 3 പെൺപിള്ളേരുടെ കാര്യമാണ് തനിക്ക് നോക്കാനുള്ളത്. ഒന്നിനും എനിക്ക് സമയം തികയുന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഓടി നടന്ന് ഞാൻ ഇടയ്ക്ക് തളർന്നു പോകാറുണ്ട്. പക്ഷേ ആ തളർച്ചയെല്ലാം എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് എത്രയും പെട്ടെന്ന് തന്നെ 3 കുഞ്ഞുങ്ങളെയും കാണണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എല്ലാ കാര്യവും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസുമുണ്ട്. ഇതേ തുടർന്ന് പ്രഗ്നൻസിയുടെ ടൈം അടുത്തു വരികയാണ് എന്ന് ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുകയും 3 പേരുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറയുകയും ചെയ്യുന്നു. എന്തെങ്കിലും അബദ്ധം പറ്റുകയാണ് എങ്കിൽ അത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ ഭീഷണിയായേക്കാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് എല്ലാ കാര്യവും വളരെയധികം ശ്രദ്ധിച്ചേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള ഉറപ്പ് ഡോക്ടർക്ക് നൽകിയിരിക്കുകയാണ് ഗോവിന്ദ്. ഗോവിന്ദിൻ്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ഡോക്ടർമാർ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഗീതുവിനെ ചെന്ന് കാണുന്ന ഗോവിന്ദ് പ്രഗ്നൻസിയുടെ സമയം അടുത്തു വരുമ്പോൾ എന്തോ ഒരു ടെൻഷൻ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. രഞ്ജുവിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ് ഒരു ടെൻഷൻ. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ റിക്കവർ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അതുമാത്രമാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും 3 കുട്ടികൾക്കും ഒന്നും സംഭവിക്കരുത്. ഇത് കേട്ടതിനെ തുടർന്ന് ഗീതു പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല കണ്ണേട്ട. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കൃത്യസമയത്ത് കാര്യങ്ങളെല്ലാം നോക്കാൻ ഗോവിന്ദേട്ടനുണ്ടല്ലോ. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഗോവിന്ദുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ വളരെ സന്തോഷം നിറഞ്ഞതാണ്. ഇതേ സമയം വിജയലക്ഷ്മി തൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ആകെ ടെൻഷനിലായിരിക്കുകയാണ്. എന്തെങ്കിലും തൻ്റെ മകൾക്ക് പ്രഗ്നൻസിയിലൂടെ സംഭവിക്കുമോ എന്നുള്ള ചോദ്യം മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ അത് തനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ മനസ്സിലോർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം അവളുടെ കാര്യം ശ്രദ്ധിക്കണമെന്നും രോഗവിവരം പുറത്തു വരരുത് എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.